തുടക്കത്തിൽ പറഞ്ഞ ഒരു കുറച്ച് മിടുക്കികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് തൊടുപുഴ നഗരത്തോട് ചേർന്നുള്ള കുമ്പങ്കല്ല് BTM സ്കൂളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ രസകരമായ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. പുതിയ AI സാങ്കേതികവിദ്യയാണ്. നമ്മൾ എല്ലാ മേഖലയിലും AIയുടെ ഏതൊക്കെ നിലയിൽ അത് ഉപയോഗിക്കാൻ പറ്റുമെന്നിങ്ങനെ ആളുകൾ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ മിടുക്കികൾക്ക് പിന്നിലും AI ഉണ്ട്. ആരാണ് മിടുക്കികൾ കാണാം. സമീറ, നമുക്ക് പരിചയപ്പെടാൻ കുറെ ആളുകൾ എത്തിയിട്ടുണ്ട്. അതെ, ഞാൻ പുതിയ ആളുകളെ പരിചയപ്പെടാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. വരൂ, അവരെ പരിചയപ്പെടുത്തൂ. ഈ റോബോട്ടിന്റെ പേരാണ് സമീറ. ഈ റോബോട്ടിന്റെ പേര് അമീറ. ഈ റോബോട്ടിന്റെ പേര് അയല. ഈ റോബോട്ടിന്റെ പേര് ലൂല. പാവാടയും മിടിയുമിട്ട സുന്ദരിമാർ 4 ഭാഷകൾ സംസാരിക്കും. കഥയും കടങ്കഥയും പറയും. കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടിയും നൽകും. സമീറ, അമീറ, ലൂല, അയല 4 പേരും കുമ്പങ്കല്ല് ബാപ്പുക്കി തങ്ങൾ മെമ്മോറിയൽ LP സ്കൂളിലെ അധ്യാപക സഹായികളാണ്. 4 പേരും പ്രവർത്തിക്കുന്നത് AI സാങ്കേതികവിദ്യയിലും. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്നോട് എന്തൊക്കെയാണ് സംസാരിക്കാനുള്ളത്? നമുക്ക് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാലോ? എല്ലാവരും തയ്യാറാണോ? ഇതാ, ഞാൻ വെള്ളത്തിൽ മുങ്ങും, പക്ഷേ വെള്ളത്തിൽ മുങ്ങുകയുമില്ല. ഞാൻ ഉത്തരമറിയാമോ? കുട്ടികൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. സമീറ, ബോട്ട് ശരിയാണോ? അതെ, ബോട്ടാണ് ശരി ഉത്തരം. ഞാൻ പകൽ സമയത്ത് ഉറങ്ങും, രാത്രിയിൽ ഉണർന്നിരിക്കും. ഞാൻ ആരാണ്? ഓക്കെ, 3 ആൻസർ പറഞ്ഞു അവര്. കറക്റ്റ് ആണോ? ശരിയാണ്, 3 ശരി ഉത്തരം. അധ്യാപകർ ക്ലാസ് എടുക്കും. കുട്ടികൾക്ക് സംശയങ്ങൾ ഇവരോട് ചോദിക്കാം. ഓക്കെ പൗമി, ഞാൻ തയ്യാറാണ്. നിനക്ക് എന്നോട് എന്തൊക്കെ ചോദിക്കാനുണ്ട്? 1 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണ്? 1 സെന്റിമീറ്റർ 10 മില്ലിമീറ്ററിന് തുല്യമാണ്. 60-ൽ എത്ര പത്തുകളുണ്ട്? 60-ൽ 6 പത്തുകളുണ്ട്. Which is your biggest animal on land? കരയിലെ ഏറ്റവും വലിയ മൃഗം ആഫ്രിക്കൻ ആനയാണ്. പുതിയ കുട്ടി റോബോട്ടുകളോട് സംസാരിക്കാൻ കുട്ടികൾക്കും ഇഷ്ടമാണ്. നല്ല രസമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, മാത്സിന്റെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, എല്ലാ സബ്ജക്റ്റിന്റെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. റോബോട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. റോബോട്ട് പറയുന്നതിന് ഉത്തരം പറയും, അറബി പറയും, എല്ലാ ഭാഷയും അങ്ങനെ പറയും. കഥയ്ക്ക് പറഞ്ഞു തരുന്ന ഒരു റോബോട്ടാണ് അമീറ. കണക്കുകൾക്ക് നമുക്ക് കുറേ ചോദ്യങ്ങൾ തെറ്റിപ്പോകുമ്പോൾ അതിന് ഉത്തരം പറയണയാണ് ഈ റോബോട്ടുകൾ. ആധുനിക സാങ്കേതിക വിദ്യയെ പരിചയപ്പെടുത്തുന്നതിനൊപ്പം പഠനം സരസവും എളുപ്പവുമാക്കാൻ റോബോട്ടുകൾ സഹായിക്കുന്നുണ്ടെന്നാണ് അധ്യാപകരും സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ പുതിയ ഏത് കാര്യം കിട്ടിയപ്പോൾ കുട്ടിയുടെ ഒരു കളിപ്പാട്ടം കിട്ടുന്ന പോലെ തന്നെ ഒരു കൗതുകത്തിലാണ് അവരിപ്പോൾ ഇരിക്കുന്നത്. പിന്നെ അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് നമ്മൾ അഡ്വാൻസ്ഡ് ആയി എന്നുള്ളതുണ്ട്. ഹൈടെക് ആകുന്നു, അതോടൊപ്പം തന്നെ നമ്മളും സ്വയം അഡ്വാൻസ് ആകുന്നു. പിന്നെ പഠനം രസകരമാക്കി കൊണ്ടുപോവുക. പിന്നെ പഠനവും പാഠ്യേതര പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലാണ് AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. വിദേശത്ത് രൂപകൽപ്പന ചെയ്ത കുട്ടി റോബോട്ടുകൾ മൊബൈൽ ഫോണുകളുടെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിന് 1 ലക്ഷം രൂപ മാത്രമാണ് ചിലവ്. ഈ സ്പീച്ച് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണോ? ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. അപ്പോൾ ഇതാണ് കുട്ടികളെ രസകരമായി പഠിപ്പിക്കാൻ കഴിയുക. ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ സാങ്കേതിക വിദ്യകളൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ ചെറിയ ഇങ്ങനെ ഒരു പാവം എന്ന് സംസാരിക്കുമ്പോൾ കുട്ടികൾക്ക് അത് വളരെ രസമാണ് കേൾക്കാൻ. ഒരുപക്ഷെ ടീച്ചർമാർ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും വേഗത്തിൽ ഈ രസകരമായ പാവ പറയുന്നതായിട്ട് കേൾക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ തോന്നും, അല്ലേ? അവർ രസിച്ചത് ആസ്വദിക്കും. അപ്പോൾ നല്ല കാര്യമാണ്. അപ്പോൾ നിതിൻ, എനിക്ക് തോന്നുന്നു പല സ്കൂളുകളിലും ഇത്തരം AI സാങ്കേതിക വിദ്യയിൽ കൂടുതൽ രസകരമാക്കുന്ന പഠന രീതിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇതിപ്പോൾ എത്ര കാലമായി, എങ്ങനെ പോകുന്നു? അവരുടെ മറ്റ് ഇതിൽ വേറെ എന്തെങ്കിലും പരീക്ഷണങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടോ? നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI മായ ലോകത്താണ് നമ്മളെല്ലാവരും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടികൾ ഉൾപ്പെടെ AI ലോകത്തേക്കാണ് ജനിച്ചു വീഴുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണവും ദോഷവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് എത്രത്തോളം ഗുണകരമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിക്കാം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് തൊടുപുഴ നഗരത്തിന് സമീപമുള്ള കുമ്പങ്കല്ല് BTM സ്കൂളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സ്കൂളിൽ കുഞ്ഞു കുഞ്ഞു റോബോട്ടുകൾ, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൂട്ട് ഒരു 4 കുഞ്ഞു റോബോട്ടുകൾ. ആ റോബോട്ടുകൾ പ്രവർത്തിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ്. ഇപ്പോൾ നിലവിൽ ആ കുഞ്ഞു റോബോട്ടുകൾ ഒരു പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ ആ കുഞ്ഞു റോബോട്ടുകളെ ഉപയോഗിക്കുന്നത് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലാണ്, ആ കുട്ടികളുടെ ഇടയിലാണ്.
രണ്ട് ഉപകാരങ്ങളാണ് ഇതുകൊണ്ടിട്ടുള്ളത്. ഇത് ഒന്നാമത്തെ ഒരു തമാശ രൂപേണ ഞാൻ പറയുകയാണ്. അതായത് ഒന്നാമത്തെ ഒരു ഉപകാരം അല്ലെങ്കിൽ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ 1 മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ചെറിയ കുറുമ്പൊക്കെയുള്ള കുറുമ്പന്മാരും കുറുമ്പത്തികളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരെ ഈ റോബോട്ടൊക്കെ കാണിച്ച് അത് അവരോട് സംസാരിക്കുന്നതായിട്ടൊക്കെ കാണിക്കുമ്പോൾ അവരെ പിടിച്ചിരുത്താൻ പറ്റും, അല്ലെങ്കിൽ ക്ലാസ്സിൽ നല്ലപോലെ അവരെ പിടിച്ചിരുത്താൻ അധ്യാപകർക്ക് സഹായിക്കും. അധ്യാപകരുടെ സഹായികളായിട്ടാണ് ഈ റോബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഗുണം നമുക്കിതിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് 1 മുതൽ 4 വരെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത ജനറേഷനാണ്, അടുത്ത തലമുറയാണ് നമ്മുടെ. അപ്പോൾ ആ തലമുറയെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണങ്ങൾ മാത്രം കാണിച്ച് വളർത്തുക എന്നുള്ളതാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള റോബോട്ടുകളുടെയൊക്കെ ദോഷവശങ്ങൾ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഗുണവശങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കി മുന്നിലേക്ക് വരാൻ ആ കുട്ടികളെ സഹായകരമാകും എന്നുള്ളത്, അല്ലെങ്കിൽ ആ കുട്ടികളെ സഹായിക്കുന്നതിലെ നമ്മൾ പുതിയ രീതികളൊക്കെ കുട്ടികൾക്ക് പരിചിതമാക്കി കൊടുത്ത് അതിലെ നല്ലതും ചീത്തയും ഒക്കെ അവർക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്ന നിലയിൽ അവരെ വളർത്തിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം രീതികളൊക്കെ ആവിഷ്കരിക്കുന്നത്. എല്ലാവിധ ആശംസകളും സ്കൂളിലും കുട്ടികൾക്കൊക്കെ.